കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 56-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുക രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട പ്രമാണരേഖയായ ആരാധനകർമ്മം എന്ന പ്രമാണരേഖയിൽ നെല്ലിക്കുന്ന ഒരു സവിശേഷമായ സങ്കല്പത്തെക്കുറിച്ചാണ്. വളരെ പ്രത്യക്ഷമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ആരാധനകർമ്മം എന്ന പ്രമാണരേഖയിലൂടെയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പൊതുവായിട്ടുള്ളൊരു സമീപനത്തിലൂടെയും കുർബാനയോടുള്ള ആരാധനക്രമത്തോടുള്ള ബലിയർപ്പണത്തോടുള്ള സമീപന രീതിയും മനോഭാവവും വിശ്വാസികൾക്കും പുരോഹിതർക്കും സഭാ സമൂഹത്തിനും സഭാധികാരികൾക്കും കുറേയെല്ലാം മാറി എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരാധനക്രമം അർപ്പിക്കുന്നതിന് മുമ്പ് പുരോഹിതൻ പാതിരാത്രി മുതൽ ഉപവസിക്കണമെന്നായിരുന്നു നിയമം. പാതിരാത്രി മുതൽ ഉപവസിച്ച് രാവിലെ കുർബാന ചൊല്ലി അതിനുശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന രീതി അത് ഒരു പരിധിവരെ സ്വീകാര്യമാണ്. അത് ആർക്കും അതിനോട് വിയോജിപ്പുണ്ടാവില്ല. എന്നാൽ കുർബാന ചെല്ലുന്നത് 10 മണിക്കോ 12 മണിക്കോ 3 മണിക്കോ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ, അല്ലെങ്കിൽ ചില മിഷൻ കേന്ദ്രങ്ങളിൽ നടന്നുപോയി കുർബാനയില്ലാണ്ട് സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒത്തിരി മണിക്കൂറുകൾ നടക്കേണ്ടി വരുമ്പോൾ പാതിരാത്രി മുതൽ ഉപവസിച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരുപാട് വൈകി കുർബാന ചെല്ലുകയും കുർബാനയിലതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന രീതി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അങ്ങനെയുള്ള ഒരു ഉപവാസമൊന്നും വേണ്ട. 1 മണിക്കൂർ ഉപവസിച്ചാൽ മതി. 1 മണിക്കൂർ ഉപവസിച്ചതിന് ശേഷം ഒരുക്കത്തോടുകൂടി ബലി അർപ്പിക്കാം എന്നൊരു സമീപന രീതി വന്നപ്പോൾ അത് പുരോഹിതർക്ക് വളരെ എളുപ്പമുള്ളതായി. അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പും വിശ്വാസികൾക്ക് 1 മണിക്കൂർ നേരത്തെ ഉപവാസം മതി എന്ന ഒരു ചിന്ത. അതുപോലെ തന്നെ കുർബാന അർപ്പിക്കുമ്പോൾ പണ്ടൊക്കെ ലത്തീൻ കുർബാനയോ സുറിയാനി കുർബാനയോ പുരോഹിതൻ അർപ്പിക്കുന്നതോ ജനങ്ങൾ കാണുന്നു. എപ്പോഴും എല്ലായിടത്തും ഒരു കുർബാന എന്ന സമീപന രീതി. അതിനതീതമായി പ്രത്യേകിച്ച് ലത്തീൻ രീതിയിൽ അത് കൂടുതലായിട്ട് പ്രായോഗികമാക്കി കുർബാന അർപ്പിക്കുമ്പോൾ വൃദ്ധർക്ക്, കുട്ടികൾക്ക്, യുവാക്കൾക്ക് പ്രത്യേക അവസരങ്ങളിൽ അങ്ങനെയുള്ള ബലിയർപ്പണത്തിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. കുട്ടികളുടെ കുർബാനയിൽ, വൃദ്ധരുടെ കുർബാനയിൽ, യുവാക്കളുടെ കുർബാനയിൽ, ദമ്പതികളുടെ കുർബാനയിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അതുപോലെ തന്നെ പ്രത്യേക അവസരങ്ങളിലുള്ള കുർബാനകളിൽ, ഈസ്റ്ററും ക്രിസ്മസും മാത്രമല്ല ചില തിരുനാളുകളിൽ അല്ലെങ്കിൽ ചില സമ്മേളനങ്ങളിൽ അങ്ങനെയുള്ള കുർബാനകൾ അർപ്പിക്കുമ്പോൾ പ്രാർത്ഥനകളിലുള്ള വ്യത്യാസങ്ങളും ചില അനുഷ്ഠാന വിധികൾ അതിനോട് കൂട്ടിച്ചേർക്കാനുമുള്ള സ്വാതന്ത്ര്യം കുർബാന അർപ്പിക്കുന്നവർക്ക് പരോക്ഷമായിട്ടെങ്കിലും നൽകി അതൊക്കെ പ്രായോഗികമാക്കി. അതുകൊണ്ട് ഓരോ കുർബാനയും വ്യത്യസ്തമായ രീതിയിൽ അനുഭവവേദ്യമായി. ആ ഒരു അനുഭവ സമ്പത്ത് കുർബാന കാണുന്നവർക്കുണ്ടായി. ഓരോ കുർബാന കണ്ടിറങ്ങുമ്പോഴും സാധാരണ കുർബാന കാണുന്നതിലും വ്യത്യസ്തമായൊരു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. അതൊക്കെ ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ കൗൺസിലിൻ്റെ ചൈതന്യത്തിൽ അതൊക്കെ ശരിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അത് അങ്ങനെ ആയാലേ കുർബാന അർപ്പണം ശരിയാവുമോ, അത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാനായിട്ടാവില്ല. ലത്തീൻ കുർബാന ലത്തീൻ ഭാഷയിൽ ചെല്ലുന്നവർ ഇന്നും ഉണ്ടല്ലോ, അതും ശരിയാണ്. അതുകൊണ്ട് കുർബാനയോടുള്ള സമീപനത്തിൽ വളരെ വിശാലവും ഉദാരവും സമ്പന്നവും ദൈവശാസ്ത്രപരവുമായി മാറി, ആധ്യാത്മികമായി മാറി, ഓരോ അവസരത്തിനുതകുന്നതായി മാറി എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്നതും വളരെ സന്തോഷം നൽകുന്നതുമായ വസ്തുതയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ സമീപന രീതിയിലുണ്ടായ ചൈതന്യമെന്ന് എടുത്തു പറയാനായിട്ട് സന്തോഷമുണ്ട്.